ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വികസിത കേരളം BJPയുടെ പുതിയ മാസ്റ്റർ പ്ലാൻ. 2025 ഏപ്രിൽ 21 മുതൽ മെയ് 10 വരെ കേരളത്തിലെ BJPയുടെ 30 സംഘടനാ മണ്ഡലത്തിലും വികസിത കേരളം കൺവെൻഷൻ നടത്തുന്നതിന്റെ ഭാഗമായി തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വികസിത കേരളം ആല ഗുരുദേവ കൺവെൻഷൻ സെന്ററിൽ നടന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 11 വർഷം കൊണ്ട് രാജ്യത്തുടനീളം നടന്ന മോദി സർക്കാരിന്റെ വികസനം അതിശക്തമാണെന്നും ആ വികസന പദ്ധതികൾക്ക് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയത്തിനെതിരെയാണ് BJPയുടെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും മോദി സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും എത്തിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നുമാണ് വികസന കേരളത്തിലൂടെ BJP ചൂണ്ടിക്കാണിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, 5-ാം നമ്പറും 4-ാം നമ്പറിന്റെ ലോകത്തിന്റെ ഇക്കോണമിയായി ഇന്ന് മാറി. അതേ ഇന്ത്യ 5-ാം നമ്പറിന് ദുർബലമായ ഇക്കോണമി ഇന്ന് 4-ാം നമ്പർ ലോകത്തിന്റെ 4-ാം നമ്പർ ഇക്കോണമിയായി മാറി. ലോകത്തിലെ എല്ലാ വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ആണോ, മാനുഫാക്ചറിങ് കമ്പനീസ് ആണോ, അവരെല്ലാവരുടെയും ഫാക്ടറി ഇന്ന് ഇന്ത്യയിൽ അവരുണ്ടാക്കുന്നു. ഗ്ലോബൽ R&D ടെക്നോളജി മേഖലയിലെ എല്ലാ ഏറ്റവും വലിയ കമ്പനീസ്, അമേരിക്ക, ജപ്പാൻ, കൊറിയ, എല്ലാവരും ഇന്ത്യയിൽ അവരുടെ R&D സെന്റർ തുറക്കുന്നു. ഇന്നൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ പാകിസ്ഥാനാണോ പാകിസ്ഥാന്റെ ആരാണെങ്കിലും ഈ അതേ ഇന്ത്യ, ഈ പക്ഷെ നരേന്ദ്രമോദിജിന്റെ ഇന്ത്യ ഇന്ന് അവര് നാട്ടിൽ കയറി സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്നു. അതാണ് ഈ 10 കൊല്ലം നരേന്ദ്രമോദിജി ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് കൊണ്ട് അദ്ദേഹം ചെയ്തത്. ഒരു മാറ്റം, ഒരു ദുർബലമായ ഇന്ത്യനെ ഇന്ന് ഒരു പുതിയ ഇന്ത്യ, ഇനി നാളെ ഒരു വികസിത് ഭാരത് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന്റെ അധ്വാനവും അദ്ദേഹത്തിന്റെ പോളിസിയും അദ്ദേഹത്തിന്റെ ഗവർണൻസിന്റെ ഒരു ഫലമായിട്ട് നമ്മൾ കാണുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് ഇവിടെ അതിനെ കുറിച്ച് പറയുന്നത്? 2014 കോൺഗ്രസ് വിട്ടുപോയ ഇന്ത്യയും 2025-26 CPM വിട്ടു പോകാൻ പോകുന്നൊരു കേരള നാടും ഒരേ സമാനം, അതേ സ്ഥിതിയിലാണ് നമ്മുടെ കേരള നാട്. ഇവിടെ ഒരു ആശാ വർക്കർ ചോദിക്കുന്ന 100 രൂപ ശമ്പളത്തിന്റെ ഒരു ഇൻക്രീസ് കൊടുക്കാൻ CPM സർക്കാരിന്റെ അടുത്ത് കാശില്ല. അംഗൻവാടി അവർക്ക് കൊടുക്കാൻ കാശില്ല. KSRTCയിൽ ജോലിക്കാർക്ക് കൊടുക്കാൻ കാശില്ല. സർക്കാർ പെൻഷനേഴ്സ്, അവരുടെ പെൻഷൻ വരുന്നത് 5-6 മാസം കഴിഞ്ഞിട്ടാണ് പെൻഷൻ വരുന്നത്. കടം വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഈ സർക്കാരിന് മുമ്പോട്ട് പോവാൻ കഴിയില്ല. എന്നാലും അഴിമതി. പണ്ട് കാലത്ത് CPM എന്ന് പറഞ്ഞാൽ അഴിമതിയല്ല, ആക്രമണം, ഒരു വയലൻസും കൺവെൻഷനിൽ തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അധ്യക്ഷന് നമ്മൾ 2 ഇലക്ഷനെ പറ്റി, 2 ഇലക്ഷനെ എങ്ങനെ നേരിടാം എന്ന ഒരു വലിയൊരു പ്ലാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ബൂത്തുകളിലും നമ്മുടെ വാർഡുകളിലും നടപ്പാക്കിക്കൊണ്ട് തൃശ്ശൂർ ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെമ്പർമാരെ സൃഷ്ടിക്കാനും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുത്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മാതൃകയായി ഒരു ജില്ലയാക്കി മാറ്റാൻ ബലിദാനികളുടെ മണ്ണായ ഈ കൊടുങ്ങല്ലൂരിൽ വെച്ച് ഞാൻ സംസ്ഥാന പ്രസിഡന്റ് വാഗ്ദാനം ചെയ്യുന്നു. അത് നടപ്പാക്കാൻ എപ്പോഴും എന്നെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ
ഇന്ന് തുടങ്ങി ഫുൾ ടൈം എന്നെ കൂടി ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ്, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ്, കെ പി ജോർജ് എന്നിവർ സംസാരിച്ചു. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കൃപേഷ് ചെമ്മണ്ട നന്ദിയും പറഞ്ഞു. മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, ഷാജുമോൻ വട്ടേക്കാട്ട്, അനൂപ് ആന്റണി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി കെ പി സുരേഷ് എന്നിവർ പങ്കെടുത്തു. പ്രതിനിധികൾ എത്തിച്ചേരുക. കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ആളൂർ, ചാലക്കുടി, ശ്രീ സിംബൽ ഗോപി ആദിവാസി വിഭാഗം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന